ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെന്താ നോമ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള ക്ഷീണമാണ്. ഇനി ഒന്ന് ആദ്യം മുതലൊക്കെ ഒന്ന് റെഡിയായി വരണം. ഭക്ഷണമൊക്കെ കഴിച്ച് ആകെ ക്ഷീണിച്ചില്ലേ. പിന്നെ ഞാനിതാ എൻ്റെ ടോപ്പ് തയ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോസ് വരുന്നുണ്ട്, അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇത് ഞാനൊരു മോഡലാക്കുകയാണ് ടോപ്പ്. പിന്നെ ഇന്നെന്താ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ പോവുകയാണ്. അതായത് പെരുന്നാൾക്ക് പോകാൻ പറ്റില്ല, അപ്പോൾ ഞാൻ ഇന്ന് പോകാൻ വിചാരിക്കാം. പിന്നെ തയ്ക്കാനുണ്ട്, ഇനിയിപ്പോൾ അവിടുന്ന് വരേണ്ടി വരും. പിന്നെ അസ്മിനെ മദ്രസിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇനി ലീവ് കിട്ടില്ല. ഇപ്പോൾ സ്കൂളിനായിട്ട് ലീവ് കിട്ടണില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഇനി മദ്രസും കൂടി ചേർത്ത് അത്രയും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിന്ന് എൻ്റെ വീട്ടിൽ പോകട്ടോ. അപ്പോൾ പോകുമ്പോൾ ഇടാനുള്ളതാണ് ഇത്. ഇപ്പം ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ്ട ഡിസൈനൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെന്താ, അപ്പം ഇനി പോകുമ്പോൾ വിശേഷങ്ങൾ പറയാം. അസ്മി ഇവിടെ ഇല്ല, അസ്മി വീട്ടിലാണ്. ഞാൻ ഇപ്പോൾ കൊണ്ടുവരലില്ല. അവിടെ നാത്തൂനും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവൻ അവിടെ വന്നോളും. അപ്പോൾ പിന്നെന്താ, പിന്നെ ഓക്കെ ബായ്. എനിക്ക് നേരമില്ല കേട്ടോ, അത് തയ്ച്ച് കഴിഞ്ഞിട്ട് ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് പോകണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഓക്കെ ബായ്. അപ്പോൾ ഗൈസ്, അസ്മിത വാ ഉറങ്ങണ്. ഞാനിപ്പോൾ ഷോപ്പിൽ നിന്ന് വന്നാട്ടോ, 5 മണി കഴിഞ്ഞ്. നീ വീട്ടിലേക്ക് പോട്ടെ, നേരെ ഒരുപാട് കഴിഞ്ഞിട്ട് എത്താൻ. പൊന്നുണീക്ക് ഇതെന്താ ട്രൗസർ മറിച്ചിട്ടിരിക്കണ്? നീക്കടോ പോവാ. അപ്പോൾ ഞാൻ അസ്മിയെ കുട്ടി മാറ്റി സുന്ദരനായിക്കണം കേട്ടോ അസ്മിയെ. അവനപ്പോൾ അതാ ഞങ്ങൾ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. ഹർഷത മാറ്റിക്കൊണ്ടിരിക്കണ്. പിന്നെ ഇപ്പോൾ നേരെ ഒരു പടം കേട്ടോ, ഇരുട്ടായി തുടങ്ങി. 6 മണിയൊക്കെ കഴിഞ്ഞ്. ഇനി പോട്ടെ, അവിടെ താത്താരൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വരുന്നത് പറഞ്ഞിട്ടില്ല. അതിന് ഞാനൊരു സർപ്രൈസായിട്ടാണ് ഞാൻ പോണത്, പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് പോകാമെന്ന് മാത്രം. എത്ര ദിവസം നിൽക്കുന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പം ഞാൻ ഇനിയുള്ള വീഡിയോസിൽ പറയണ്ട് നിൽക്കണുണ്ടോ എന്നുള്ളതൊക്കെ. എന്താണ്? കേക്ക് വാങ്ങിത്തരാം. വാങ്ങിത്തരാ. അപ്പം ഞാൻ എൻ്റെ മോട്ടർ കംപ്ലൈൻ്റ് ആയിട്ട് താത്താൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മോട്ടർ നേരാക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പോകുക കേട്ടോ. എന്തായാലും വീട്ടിലേക്ക് പോവുമല്ലോ. അപ്പോൾ മോട്ടർ പാടിയുടെ കൊടുത്ത് നേരാവുകയാണെങ്കിൽ ഇന്ന് തന്നെ വാങ്ങിക്കാണ്ട് പോകണമെന്ന് വിചാരിക്കണം. അപ്പോൾ ആ കുറ്റിപ്പുറത്തുള്ള മെഷീൻ വേൾഡ് തന്നെ കടയിൽ കണ്ട ഞാൻ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആളില്ല, ആൾ പുറത്ത് പോയിക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെപ്പോൾ അതാ ആളില്ലാത്തതുകൊണ്ട് ഞങ്ങളവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ അസ്മിക്ക് കേക്ക് വാങ്ങണം എന്ന് പറഞ്ഞു. ഒരുപാട് ദിവസമായി അവൻ ചോദിക്കണം. അപ്പം അത് കേക്ക് ഒന്ന് വാങ്ങിക്കൊടുക്കണം. അതിന് ഞങ്ങളിതാ നെഹലിക്കാണ് പോകുന്നത് കേക്ക് വാങ്ങാൻ. അവൻ പറഞ്ഞ് ഇവിടെ പോയവാന്ന്. ഞാൻ ഫേമസ് KRKറ്റ് പോയച്ചാൽ, പക്ഷേ എനിക്ക് ഇവിടുന്ന് മതി എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതാണ് കിട്ടുക ഒന്നും അറിയില്ല. പോയോക്കട്ടെ കേട്ടോ. തിരക്കുണ്ടോയെന്ന് വെച്ചാൽ വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ കേക്കിൻ്റെ ഒരുപാട് കളക്ഷൻസുകളുണ്ട്. ഏതാ വാങ്ങേണ്ടതെന്നൊരു സംശയം കേട്ടോ. അപ്പോൾ അസ്മി ഇതേ മേലെ ഇരിക്കുന്ന ആ യെല്ലോ ഉണ്ടല്ലോ, അതാണ് വേണമെന്ന് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വൈറ്റ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ സംശയത്തിലാണ് കേട്ടോ. പിന്നെ നമുക്ക് ജസ്റ്റ് അത്രയും വലിയത് വാങ്ങേണ്ട ആവശ്യമില്ല. ബർത്ത്ഡേ അങ്ങനെയൊന്നും അല്ലല്ലോ, അപ്പോൾ വെറുതെ കഴിക്കാനല്ലേ വെച്ചിട്ട് അവനക്ക് പീസ് വാങ്ങാൻ വിചാരിച്ചാണ് ഞങ്ങൾ ഒരു 3 പീസ് വാങ്ങി. 60 രൂപയുടെ 2 പീസും 90 രൂപയുടെ 1 പീസും അങ്ങനെ വാങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ അവനക്ക് ലഡു വേണമെന്ന് പറഞ്ഞു. ആ ചുവന്ന ലഡുവാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് വാങ്ങി കൊടുത്തു. അപ്പോൾ ഞങ്ങൾ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞാൽ അത് കവറ് വാങ്ങി നമുക്ക് വീഡിയോസ് എടുക്കാൻ തന്നെ. അപ്പോൾ ഇതൊരു പട്ടി ഷോ കാണിക്കുകയാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ അവനിതാ കവറൊക്കെ വാങ്ങി നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് പോണത്. എനിക്ക് വയ്യ പിടിക്കാൻ എന്നുള്ള മട്ടത്തിലാണ് അവൻ പോണത് കേട്ടോ. അങ്ങനെ പിന്നെ അവനിതാ പിടിച്ച് അവിടെ താത്താരും കുട്ടികളൊക്കെ ഉള്ളല്ലേ, അപ്പോൾ അവർക്ക് കൊടുക്കണം, അവർക്ക് കാണിക്കണം എന്നുള്ള സ്റ്റൈലാണ് ഈ പോണത്. എന്നെ മെയിൻറ്റും കൂടി ചെയ്യണില്ല. അങ്ങനെ നേരെ ഒരുപാടായി, ഏരായി. ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ട് എന്നെ ആക്കിയിട്ട് വേണം അർഷുവിന് പോകണമെങ്കിൽ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ആശ്വാസം പോലെ അല്ലേ, അവരവരുടെ വീട്ടിലെത്തുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ അസ്മി കവറ് പിടിച്ചിരിക്കണം, അവനിക്ക് തരണമെന്നില്ല. അതാ എൻ്റെ വീട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഞങ്ങളെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതാ കണ്ട ഓരോരുത്തർ എത്താത്തയാണ് അത്.
ആനതാ ഞങ്ങളെ കണ്ടപ്പോൾ എല്ലാവരും മുറ്റത്തേക്ക് വന്നു. ഞങ്ങൾ സ്വീകരിക്കണ ആനയിക്കാൻ വേണ്ടി വന്നതാണ് കുട്ടികൾ റിച്ചു റാസിയൊക്കെ. പിന്നെ അതെൻ്റെ മൂത്ത താത്തയാണ്, പിന്നെ ഉമ്മ രണ്ടാമത്തെ താത്ത, എല്ലാവരും ഉണ്ട്. അതിനപ്പോൾ ഇതാ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ എടുത്തൊക്കെ ഒന്നും നിന്നില്ല, ചെന്നാൽ പാടിന കേക്ക് മുറിക്കലും പിന്നെ കഴിക്കലും എല്ലാവരും കുട്ടി പട്ടാളങ്ങളൊക്കെ റെഡി ആയിക്കണം കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കൊടവേറും നടക്കണില്ല, എല്ലാവർക്കും കൊടുത്തു. അങ്ങനെതാ പിറ്റേ ദിവസമാണ്. ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടില്ല. അപ്പം അത് പെരുന്നാൾക്ക് മൈലാഞ്ചി ഇടാൻ പറ്റാത്ത കാരണം എൻ്റെ താത്ത ഉണ്ടോ മൈലാഞ്ചി ഇട്ടായിരുന്നു. എനിക്ക് വല്ലാണ്ട് അറിയില്ല, ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇടും, പക്ഷേ എളുപ്പത്തിന് അവരോട് ഇട്ടുതരാൻ പറഞ്ഞ്. പിന്നെ ബാക്കി കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കൂടെ കളി ഡാൻസ് പിന്നെ പാട്ട് വെച്ചിട്ട് ഡാൻസ് അതൊക്കെയാണ് പണി. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എനിക്ക് മൈലാഞ്ചി ഇട്ട് തരുന്നത്. രണ്ടാമത്തെ താത്തയാണ് മൈലാഞ്ചി ഇട്ട് തരുന്നത്. അവൾ അത്യാവശ്യം വരക്കും. അപ്പോൾ ഇതുവരെ എനിക്ക് വാവേന് എന്താ പറയുക വീഡിയോസ് എടുത്തതിന് ഇതാ ഇവളാണ് കേട്ടോ വാവ അറിഞ്ഞു. പിന്നെ അപ്പം ഞാൻ അവളൊന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വീഡിയോസ് എടുക്കാൻ നിന്നത്. അപ്പോൾ അതാ നമ്മളെ മൈലാഞ്ചിടൽ ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതാ ഇതിൽ നല്ല കളിയിലാണ്, പിന്നെ എല്ലാവരും കളിയിൽ തന്നെയാണ്. പിന്നെ ചൂടൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് എല്ലാവർക്കും. അല്ലതാ നമ്മുടെ മൈലാഞ്ചി ഇങ്ങനെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങി. ഇനി ലാസ്റ്റ് കൈമലും കൂടി ഉള്ളൂ കേട്ടോ. എങ്ങനെയുണ്ട് മൈലാഞ്ചി ഇട്ടത്? ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. എനിക്ക് പിന്നെ ഒരുപാട് ഡിസൈനൊന്നും ഇഷ്ടമല്ല, സിമ്പിളാണ് ആവണം എന്നാൽ കൈ നിറച്ചും വേണം അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ഇടാറില്ല, അത് പിന്നെ അവൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവളിങ്ങനെ ഇട്ടെന്നാണ്. അതിനതാ ഞങ്ങൾ മൈലാഞ്ചിട്ടലൊക്കെ കഴിഞ്ഞ് കുട്ടികൾ നല്ല കളിയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കുള്ളൂ, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.